ശരി, ആ കുഴിയെങ്കിലും ഒന്ന് അടയ്ക്കുക. ഈ ഭാഗ്യം കൊണ്ട് മാത്രമാണ് ഇരുചക്ര വാഹനത്തിൽ പോകുന്നവർ ആ കുഴികളിൽ വീഴാത്തത്. മഴ പെയ്താൽ കുഴി ഉണ്ടാവുമല്ലോ സ്വാഭാവികം. എത്ര എന്ന് പറഞ്ഞാലും ഒരു മിനിസ്റ്റർ തദ്ദേശ മന്ത്രി ഒന്ന് പറയാ മാർച്ച് 31 ഏപ്രിൽ 1 എല്ലാ റോഡിൽ കൂടി സഞ്ചരിക്കാം. അത് നടക്കുന്നില്ല. അത് പ്രശ്നമല്ലേ? ഇവിടെ കടകംപള്ളി സുരേന്ദ്രൻ എം എൽ എ പറഞ്ഞ പ്രധാന പോയിന്റ് നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ വർഷം ഇപ്പൊ ഉണ്ടായതിന്റെ എന്ന് വെച്ചാൽ ഈ വർഷമാണ് സിറ്റിക്കകത്ത് ഏറ്റവും കൂടുതൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമാണ്. അപ്പൊ വർക്ക് ഇത്രയും ഞാൻ ചെയ്യട്ടെ, ഈ തിരുവനന്തപുരത്തിന്റെ ചരിത്രത്തിൽ സിറ്റിക്കകത്ത് ഇത്രയും ഒരുമിച്ചൊരു വർക്ക് നടന്നൊരു കാലഘട്ടം എന്തിനാണെന്നറിയാവോ? എന്തിനാണെന്നറിയാവോ? ഭാവിയിൽ ഇതൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി കൂടിയാണ് ഇത് ചെയ്യുന്നത്. അതൊന്ന് പൂർത്തിയായാൽ ഇത്തരം ഒരു കെടുതികൾക്ക് ഒരു പരിധിവരെ പരിഹാരം ഉണ്ടാകും. വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം ഇത്രയും വർക്ക് ഒരുമിച്ച് എടുക്കരുതായിരുന്നു എന്ന് പറയാം. അല്ല, നേരത്തെ ഓരോ ഘട്ടത്തിൽ തീർക്കേണ്ട വർക്കാണ് ഇപ്പൊ അവസാനം. ഇത് പരസ്പരം അറിയുന്നതാണ്. തീരാത്തതിൽ പ്രശ്നമുണ്ട്. പിന്നെ നമ്മളത് ന്യായീകരിച്ചല്ലോ. ഈ വർക്ക് ഇപ്പോഴെങ്കിലും ചെയ്യുന്നതിന് എടുത്തൊരു എഫർട്ട് നിങ്ങൾക്ക് കൂടെ അറിയാമല്ലോ. എടുത്തൊരു എഫർട്ട് അറിയാമല്ലേ? 16 റോഡുകളുടെ കാര്യം പറഞ്ഞെന്താണെന്നറിയാമോ? ആ റോഡുകൾ ഇപ്പൊ ആരും പറയുന്നില്ല ആ നന്നാക്കി, ആ കോർപ്പറേഷൻ നന്നായി, അല്ലെങ്കിൽ പിന്നെന്താ സ്മാർട്ട് സിറ്റി 16 റോഡ് പൂർത്തിയായി കഴിഞ്ഞല്ലോ. സർക്കാരിന്റെ ഉത്തരവാദിത്വമാണ്. ഈ കലാഭവന്റെ റോഡൊക്കെ വൃത്തിയാക്കി ഉദ്ഘാടനം നടത്തിയിട്ട് നമ്മൾ നല്ല രൂപത്തിൽ 2 വർഷം മുമ്പ് മാനവീയ റോഡിനെ കുറിച്ച് ഇതുപോലെ വാർത്ത വന്നത്. ഇപ്പൊ എന്തായി? അപ്പൊ ഇതൊക്കെ നന്നാവും, എല്ലാം നന്നാവും. ഇതിന് വേറൊരു പ്രശ്നം പറയാം. ഈ 16 റോഡുകൾ പ്രവൃത്തി പൂർത്തീകരിച്ചു. ഇന്നിപ്പോ ഒരു 10 റോഡിന്റെ പ്രവൃത്തിയാണ് പൂർത്തീകരിക്കാനുള്ളത്. അത് ഏതാണ്ട് ഒരു 90% പൂർത്തീകരിച്ചു കഴിഞ്ഞു. അതാണ് ജൂൺ മാസം 15-ാം തീയതി സഞ്ചാര യോഗ്യമാകുമെന്ന് പറയുന്നത്. ഈ മാസം മുഴുവൻ മഴയാണെങ്കിൽ അതാണ് ഞാൻ പറഞ്ഞു വന്നത്. നമുക്ക് ഈ റോഡിന്റെ നിർമ്മാണം അതുപോലുള്ള കാര്യങ്ങൾ ഒരു ഡേറ്റ് നമ്മൾ ഉദ്യോഗസ്ഥന്മാർ പറയുന്നതിന്റെ അടിസ്ഥാനത്തിൽ നമുക്കൊരു ഡേറ്റ് നമ്മൾ നിശ്ചയിക്കുന്നു. ആ സമയത്ത് ഒരു പ്രതികൂല കാലാവസ്ഥ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് മാറിപ്പോവില്ല. ഒരു കാര്യം, ഒന്ന് ആദ്യത്തെ 1-ാം റൗണ്ടിൽ വർക്ക് സ്റ്റാർട്ട് ചെയ്യാത്തതിന്റെ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. 100 കോടിയിലധികം വരുന്ന രൂപയുടെ വർക്കാണ്. അത് എങ്ങനെയെങ്കിലും നടക്കണമെന്ന് ഉദ്ദേശിച്ചാണ് എങ്ങനെയെങ്കിലും നടക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് വർക്ക് സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്ത ശേഷം ഈ രൂപത്തിലായിട്ട്. പക്ഷെ ഒരു കാര്യം ഞങ്ങൾ പറയുന്നത്, ജനങ്ങൾക്കത് മനസ്സിലായി. താൽക്കാലികമായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും ജനങ്ങൾക്ക് അത് ബുദ്ധിമുട്ട് മനസ്സിലായി അവർ സഹകരിക്കുന്നുണ്ട്. ഈ 15 റോഡും കൂടെ ആ നിലയിൽ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ, അല്ല 10 റോഡും കൂടെ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ 15-ാം തീയതി പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ സഞ്ചാരയോഗ്യമായി കഴിഞ്ഞാൽ ഏറെക്കുറെയുള്ള പരാതികൾ തീരും. അത് പൂർത്തിയാകാന്നുള്ള ഉദ്ദേശിക്കുന്നത് 2 വശത്തോടുള്ള യാത്രയാണ്. അത് ചോദിക്കാൻ കാര്യം എന്താണെന്നറിയോ? വഴുതക്കാട് നിന്നും ഇങ്ങോട്ടുള്ള റോഡ് ഒരു വശം പൂർത്തീകരിക്കുമ്പോൾ തന്നെ വലിയ കൊട്ടിക്കൊടിച്ച് ഉദ്ഘാടനം നടത്തുന്നുണ്ട്. പക്ഷേ ഉദ്ഘാടനം നടത്തി പോകുന്നില്ല. അല്ല, തുറന്നു കൊടുക്കുക എന്താണ് അതിന്റെ അർത്ഥം? തുറന്നു ഉദ്ഘാടനം അല്ല, വലിയ ഉദ്ഘാടനം നടത്തിയെന്ന് പറഞ്ഞു. വലിയ ഉദ്ഘാടനം എങ്ങനെയാണോ? ഒരു പോലീസ് കമ്മീഷൻ വന്ന് റോഡ് തുറന്നു കൊടുക്കുന്നതാണോ? ട്രാഫിക് ഒന്നുകൂടി പറഞ്ഞുതരാം. നമ്മുടെ ഈ കിള്ളിപ്പാലം വട്ടക്കുളങ്ങര റോഡ്, അവിടെ ഒരു വാഹനത്തിന് പോകാൻ പോലും സൗകര്യമില്ല. ഒരു സൈഡ് തുറന്നു കൊടുത്തില്ലേ? ഞാനൊന്നും പോകുന്നതല്ലേ അല്ലേ? അതെന്താ പറയാ, അതിലെ കൂടെ രണ്ടും വിടുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും വിടുന്നത്. അപ്പൊ ഒരു വണ്ടിക്കല്ല 2 വണ്ടി പോകുമ്പോഴാണ് ബുദ്ധിമുട്ട്. മഴ ഞാൻ പറയില്ലേ, ഇവിടെ പറഞ്ഞതാ, വളരെ അപ്രതീക്ഷിതമായ പ്രതികൂലമായ സാഹചര്യങ്ങൾ ഉണ്ടായില്ലെങ്കിൽ തീർക്കും. നമ്മൾ ജൂൺ മാസം 15 മുമ്പ് ഞാൻ എല്ലാ ദിവസവും മഴ പെയ്താൽ നടക്കുമോ? ശരി, ആ കുഴിയെങ്കിലും ഒന്ന് അടയ്ക്കുക. ഈ ഭാഗ്യം കൊണ്ട് മാത്രമാണ് ഇരുചക്ര വാഹനത്തിൽ പോകുന്നവർ ആ കുഴികളിൽ വീഴാത്തത്. മഴ പെയ്താൽ കുഴി ഉണ്ടാവുമല്ലോ സ്വാഭാവികം. കുഴി ഉള്ള ഞാൻ ചെയ്യട്ടെ, മഴ പ്രതീക്ഷിച്ചുകൊണ്ടല്ലോ കുഴി ഉണ്ടാക്കുന്നത്. കുഴി വേണ്ടി വരും. അപ്പൊ അപ്പുറത്തേക്ക് മഴ പെയ്യുന്നു. അപ്പൊ മഴയ്ക്ക് കുഴിക്കകത്ത് മഴവെള്ളം വരും.